എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എനിക്കൊരു ഡോഗ് ഉണ്ടെന്ന് അറിയാമല്ലോ. എല്ലാവർക്കും അറിയാമെന്നറിയാം. എൻ്റെ വീഡിയോ കാണുന്ന ഡെയിലി കാണുന്ന സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയാം. കാരണം ലൈവിലൊക്കെ ഇങ്ങനെ അവൻ ഇടയ്ക്ക് കയറി വരാറുണ്ട്. ഞാൻ പിന്നെ അവൻ്റെ പോസ്റ്റുകൾ ഇടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓരോ ഷോർട്സ് ഇടാറുണ്ട് അവൻ്റെ. അപ്പോൾ നമ്മൾ അവനെ വീടിനകത്ത് തന്നെയായിരുന്നു ആക്കിയിരുന്നത്. പക്ഷെ ഇപ്പം ചില സാങ്കേതിക കാരണങ്ങളാൽ ചില പ്രശ്നങ്ങളാൽ നമ്മൾ അവനത് ആ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആശാൻ ഇവിടെ ഹാപ്പിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയല്ല, ബഹളമാണ്. 2 ദിവസമായി ഞങ്ങൾ ആക്കിയിട്ട്. പക്ഷേ നമ്മളോട് എന്നോട് പണക്കം കിടക്കും കേട്ടോ. ബാക്കി ആരോടും പണക്കമില്ല, എന്നോടാണ് പുള്ളിക്ക് പണക്കം. കാരണം ഞാനാണ് ഇവനെ വെളിയിലാക്കിയെന്നുള്ളൊരു ചിന്തയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇവന് അറ്റാച്ച്മെൻറ്റ് ഞാനുമായിട്ടാണ് കേട്ടോ, എന്നോടാണ്. അപ്പം അതായിരിക്കും. അപ്പം ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ ഇന്നലെയൊക്കെ ഞാൻ ഒന്ന് കയറി അവൻ്റെ കൂടെ കയറി അവൻ്റെ കട്ടിലൊക്കെ ഇരുന്നു. ഞങ്ങളുടെ കട്ടിലൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന്. ഇതാണ് അവൻ്റെ കട്ടിൽ. റോളക്സേ പൊന്നെ, ഞാനിപ്പോൾ ഒരു പഴം കൊടുത്തു. ഞാൻ കൊടുത്തിട്ട് കഴിച്ചില്ല. അപ്പം രതീഷ് ഒരു പഴം കൊടുത്തപ്പം ചേട്ടനൊരു പഴം കൊടുത്തപ്പം പുള്ളി അത് വാങ്ങിയിട്ട് തുപ്പിക്കളഞ്ഞു. സാധാരണ പഴമൊക്കെ കണ്ടാൽ ഭയങ്കര ഇതാണ്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡുകളിൽ ഒന്നാണ് പഴവും പപ്പായയും. പക്ഷെ ഞങ്ങൾ പഴം അങ്ങനെ കൊടുക്കാറില്ല. പഴം വല്ല മാസത്തിൽ 1-2 ട്രിപ്പൊക്കെ കൊടുക്കാറുള്ളൂ. പപ്പായ ഞങ്ങൾ ഒന്നരാള ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ വീട്ടിലെ ഫുഡുകൾ ഞങ്ങൾ അങ്ങനെ എരിവും പുളിയും മധുരമുള്ള സാധനങ്ങളൊന്നും അവന് കൊടുക്കാറില്ല. പിന്നെയുള്ളത് അവൻ്റെ ഡോഗ് ഫുഡ്സും പിന്നെ ചോറ് കൊടുക്കും ഒരു നേരം. ഡോഗ് ഫുഡ്സും വേറെ പഴങ്ങളും ഒക്കെയാണ്, മാമ്പഴമൊക്കെയാണ് അവന് കൊടുക്കാറ്. മാമ്പഴമൊക്കെ കൊടുക്കും കേട്ടോ ഞങ്ങൾ. മാമ്പഴമൊക്കെ അവന് ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോൾ അവൻ്റെ കൂടിനടുത്തായിട്ടായിരിക്കുന്നത്. ഇവന് ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവനിപ്പോൾ വീടിനകത്ത് കിടന്നിട്ട് അലർജിയുടെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഈ ലോഷനൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അലർജിയുടെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ആശാൻ റോളക്സേ നമ്മുടെ പൊന്നെ ഉണ്ടോ, പണങ്ങി കിടപ്പാണേ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതുണ്ടോ, ആശാൻ പണങ്ങി കിടക്കുക. എന്ത് ചെയ്താൽ എഴുന്നേക്കത്തില്ല. ഞാൻ വിളിച്ചാലും എഴുന്നേറ്റ് വരുന്നില്ല. അവന്മാരെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പുള്ളി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് ഇതാണ് ആശാൻ്റെ അവസ്ഥ. ഇതാണ് ആശാൻ കിടക്കുന്ന സ്ഥലം. റോളക്സ് മോനെ, പൊന്നൂട്ടാ അങ്ങോട്ട് നോക്കിക്കേ. എന്ത് ചെയ്യാൻ നോക്കുകയല്ലേ, പണയും കിടക്കുക. ഞങ്ങൾ കട്ടിലൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന്. കാരണം അവന് നിലത്ത് കിടക്കാനുള്ളൊരു ഇതുണ്ട് കേട്ടോ, പ്രശ്നം. അവന് നിലത്ത് ഇതുവരെ കിടന്നിട്ടില്ലല്ലോ. വീട്ടിൽ അവന് ഞങ്ങൾ അകത്തൊരു ഹോസ്റ്റൽ ബെഡാണ് വാങ്ങിയിട്ടിരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവനെ ഞങ്ങൾക്ക് വെളിയിലേക്ക് മാറ്റണമെന്ന് ഒരു ആഗ്രഹമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ടല്ലോ. നമ്മൾ ഇവനെ മാത്രം നോക്കിയപ്പോൾ അവന്മാരുടെ കാര്യങ്ങളും നോക്കണമല്ലോ. അതുകൊണ്ട് ഇവൻ അകത്ത് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഡെയിലി ഞാൻ ലോഷനും ഡെറ്റോളും ഒക്കെ ഇട്ട് തുടയ്ക്കുമായിരുന്നു. വീടിനകമെല്ലാം തുടച്ച് എന്നും വൈകുന്നേരം ഒരു ജോലിയായിട്ട് എടുത്ത് തുടയ്ക്കുമായിരുന്നു. പിന്നെ അതിപ്പം ഞാൻ അങ്ങനെ എടുത്തതിന് വേറൊരു കാരണങ്ങളുണ്ട്. കാരണം എന്താ പറയുക, എന്തെങ്കിലും രോമോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികളുടെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കും പ്രോബ്ലങ്ങളല്ലേ, അതോർത്തായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും അലർജി അങ്ങനെ എന്ത്. പക്ഷേ അത് അവന്മാർക്കൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കി. പക്ഷേ ഇവന് റോളക്സിന് ഡെയിലിയുള്ള ലോഷൻ്റെ ഒക്കെ അലർജിയുടെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേനും അവൻ്റെ വയറിൻ്റെ ഭാഗത്തൊക്കെ ചുമന്ന തടിപ്പുകൾ വന്നേ. ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചപ്പം ഈ ലോഷൻ്റെ ഒക്കെ അലർജിയാണെന്ന് പറഞ്ഞു. ലോഷൻ ഉപയോഗിക്കരുതെന്ന് പറയുക ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ പെരയ്ക്കകത്ത് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾ നോക്കി, ഒരു ദിവസം വെള്ളം തിളപ്പിച്ച് ഡെയിലി പെരയ്ക്കകമെല്ലാം തുടയ്ക്കുന്നൊന്ന് ഓർത്ത് നോക്കി. വെള്ളം തിളപ്പിച്ചാണ് ഞങ്ങൾ ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം തിളപ്പിച്ചൊഴിച്ച വെള്ളത്തിലാണ് ഞങ്ങൾ തറ തുടച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓക്കെ ആണ്. പക്ഷേ എൻ്റെ റോളക്സ് മോൻ ഓക്കെ അല്ല. അവൻ എന്നോടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണക്കം. അതാണ് എനിക്ക് വലിയ സങ്കടം. ഫസ്റ്റ് ഡേ ഞാനൊരു തുള്ളി ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ. എൻ്റെ ആശാൻ ഇങ്ങനെ കിടക്കുമല്ലേ, പിന്നെ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? രാത്രി ഫുള്ള് കാർച്ചയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവൻ്റെ കാര്യം കൂടെ നോക്കിക്കൊണ്ടാട്ടോ വെളിയിലേക്ക് മാറ്റിയത്. ഭയങ്കര കരച്ചില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ചേട്ടൻ ഉറങ്ങാൻ പറ്റില്ല, മക്കൾ ഉറങ്ങിയില്ല. അതാ ഒന്നാമത്തെ കാര്യം. കാരണം ഇവന് ഓടി നടന്ന് പെരയ്ക്കാത്തോണ്ട് ഞങ്ങളുടെ അവന്മാരുടെ റൂമും പൂട്ടാറില്ല, ഞങ്ങളുടെ റൂമും പൂട്ടാറില്ല. പക്ഷേ കാരണം ഇവൻ്റെ റൂമിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ റൂമിലേക്ക് വന്ന് നോക്കും. ഇവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കും. ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ അവന്മാരെ വിളിക്കും. അങ്ങനെയാണ് ഇവൻ ആവശ്യത്തിന് ഞങ്ങളെ കട്ടിലേക്ക് കയറി വന്ന് വിളിക്കുകയോ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അങ്ങ് ആകെപ്പാടെ ശോകമായി പോയി കേട്ടോ. പക്ഷേ രാവിലെയൊക്കെ ഞങ്ങൾ അഴിച്ചു വിടുന്നുണ്ട് കേട്ടോ. രാവിലെ ഒരു മണിക്കൂർ ഫുള്ള് മുറ്റം വഴിയൊക്കെ പിള്ളേരുമായിട്ട് കളി കഴിഞ്ഞിട്ടാണ് ഈ കയറി കിടക്കുന്നത്. റോളക്സേ, അമ്മയുടെ പണക്കം മാറിയില്ലേ? റോളക്സനെ എന്ത് പറഞ്ഞാലും എന്നോട് മിണ്ടത്തില്ല.
എന്നോട് ഞാൻ ഇരിക്കുന്നുണ്ട്, അപ്പം മടി ഇരിക്കുന്നവനാണ്. എവിടെ ഇരിക്കുന്ന കണ്ടില്ല, ഓടി വന്ന് ഇപ്പം മുറ്റത്താണ് ആ കസാര, അന്നേരം അവൻ മടിയിൽ കയറിയിരിക്കണം. അങ്ങനെയുള്ള ആളെ ഇപ്പം അനങ്ങാതിരിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ റോളക്സിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ.